പല്ല് തേക്കും, ആദ്യം എണീക്കും, ഫോൺ നോക്കും, അലാറം ഓഫ് ചെയ്യും, പല്ല് തേക്കും. എന്നെ ജനറലി എന്നെ വളരെ പാവം ഒരു കുട്ടിയായിട്ടാണ് ആൾക്കാർ കൺസിഡർ ചെയ്തത്. ഞാൻ അങ്ങനെ ഭയങ്കര പാവമൊന്നുമല്ല. അത് എനിക്കറിയാൻ പറ്റില്ല. എന്നെ എല്ലാവരും സിനിമയിലൊക്കെ കാണുന്നത് കൊണ്ടായിരിക്കാം, ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ നാട്ടുമ്പുറത്തും നന്മകളാൽ സമൃദ്ധം ആ ക്യാരക്ടറല്ല. ഗിവിങ് ഇന്റർവ്യൂസ് അതിപ്പം എന്റെ കൂടെ ഉള്ള ആരോടെങ്കിലും ചോദിച്ചാറില്ല, എനിക്കറിയില്ല. ആരുമില്ല, ഒറ്റ സിംഗിൾ റെഡി ടു മിങ്കിൾ ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ആൻസർ സിംഗിൾ. ലൈക്ക് ചില ഡ്രസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ അതെപ്പോഴും യൂസ് ചെയ്യുക, കുറേ വർഷങ്ങളോളം ഉപയോഗിക്കുക. പിന്നെ അമ്മ അതൊക്കെ എടുത്തിട്ട് മറ്റേ നിലം തുടയ്ക്കാനൊക്കെ ഇടുമ്പോൾ ഭയങ്കര അയ്യോ എൻ്റെ പവാട അങ്ങനെയാണ്. അതുണ്ട്. അങ്ങനെയൊന്നുമില്ല. ലൈക്ക് പിടികൂടിയിട്ടില്ല. കള്ളം പറഞ്ഞ അങ്ങനെ ചോദിക്കുക പറയുക അങ്ങനത്തെ സാധനങ്ങളിൽ ഇല്ല. അങ്ങനെയല്ല, കള്ളം പറയേണ്ട ഒരു സാഹചര്യം ഒന്നും അങ്ങനെ കള്ളം പറയാനായിട്ട് കള്ളം പറയാൻ അങ്ങനെയില്ല. ജനറലി പറയുന്ന കൂട്ടത്തിൽ ലൈക്ക് ഞാനും എൻ്റെ ചേച്ചിയും നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. പറയുന്ന കള്ളം എല്ലാവരും രണ്ടുപേരും ഒരുപോലെ പറയണം എന്നുള്ളൊരു സാധനം. സോ അതുകൊണ്ട് അങ്ങനെ പിടിക്കപ്പെട്ടിട്ടില്ല. അമ്മ, അച്ഛൻ, ചേച്ചി. എനിക്ക് ഞാൻ എപ്പോഴും പോകുന്ന ഒരു സ്ഥലം ചെന്നൈയാണ്. എനിക്ക് ചെന്നൈ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫോൺ ഇല്ലാണ്ട് നമ്മൾ കുറച്ചു കാലം ജീവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്താണല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ഉപയോഗിക്കുന്നത്. +2 വരെ ഒന്നും ഫോൺ അങ്ങനെ ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല. ഫുഡ് ഞാൻ സ്വന്തമായിട്ടോ കുറെ ഞാൻ ചെറുപ്പം മുതലേ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും സ്വന്തമായിട്ട് തന്നെയാണ് വാങ്ങിക്കാറ്. എനിക്കങ്ങനെ ആരും കാര്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല, ഗിഫ്റ്റൊക്കെ കിട്ടുന്നത് ലൈക്ക് വാച്ചും അങ്ങനെയൊക്കെയാണ്. സ്വന്തമായിട്ട് ലാസ്റ്റ് വാങ്ങിച്ചു. ജെനുവിൻ ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം, ഫുഡി ആയിരിക്കണം. കമൽഹാസനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ലൈക്ക് കാണണം, എങ്ങനെ ഇരിക്കും, എങ്ങനെയാണ് എന്നൊക്കെ. ഇഷ്ടം പോലെ ഷോർട്ട് ടെമ്പേർഡ് ആയതുകൊണ്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെറുപ്പത്തിലൊക്കെയാണ് കേട്ടോ കൂടുതൽ ചെയ്യാറ്. ഇപ്പം അങ്ങനെ ഇപ്പോഴും അടിക്കാറുണ്ട്. അത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അടിക്കുക. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാനും ചേച്ചിയും വഴക്കുണ്ടാക്കിയപ്പം അടിച്ചു. അടിക്കും, ജനറലി അടിക്കും. എനിക്കെന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ സ്റ്റോക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല. ലൈക്ക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. സോ അത് പറയാറുണ്ട്. ലൈക്ക് ദേഷ്യപ്പെടാന്നല്ല, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ യൂഷ്വലി ഞാൻ അങ്ങനത്തെ പേജസ് ഒക്കെ ബ്ലോക്ക് ചെയ്യും. ലൈക്ക് ഒരുപാട് റിയാക്ട് ചെയ്യാൻ നിൽക്കാറില്ല അതിനകത്ത്.